വരുമോ നിൻ തിങ്കളേ തിങ്കളേ. ദുഷ്ടനെ വെടിവെച്ച് കൊല്ലുന്നുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാം, വാ. വന്ന് കഴിക്കാം. ഇത്ത പട്ടിണിയല്ലേ, വയറ് നിറച്ച് കഴിക്കും. എനിക്ക് വേണ്ട. അതെന്താ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല, പട്ടിണി കിടന്നിട്ടായാലും ഞാൻ മരിക്കട്ടെ. ഈ പീഡനത്തെക്കാൾ നല്ലതാ. മരിക്കാനോ? എന്റെ റീത്ത മരിക്കാനോ? സമ്മതിക്കില്ല ഞാൻ. ഞാൻ കൊലപാതകയാണെങ്കിൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കേ, കോടതി ശിക്ഷ വിധിക്കട്ടെ. നോ, കോടതിക്കല്ല, ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കഴിക്കാം, കഴിക്ക റീത്ത. എനിക്ക് വേണ്ട. കഴിക്കാനല്ലേ പറഞ്ഞോ? എനിക്ക് വേണ്ട. കഴിക്കാനല്ലേ പറഞ്ഞോ? ഇതാണ് മോളുടെ അച്ഛന്റെ വീട്. അച്ഛാ, എന്നാ അച്ഛ എന്റെ അമ്മ വരുന്നത്? എനിക്ക് എന്റെ അമ്മ വേണം. എന്റെ അമ്മ എന്നാ അച്ഛ വരുന്നത്? വരും, വരും, ബാലാമണി വരും, വരും. മോളെ, നിന്റെ ഈ ജാരസന്തതി ഇനി ജീവിച്ചിരിക്കരുത്. ജീവിച്ചിരുന്നാൽ എന്റെ മോന് അന്തസ്സായി ജീവിക്കാൻ കഴിയില്ല. അവനൊരു വിവാഹം കഴിക്കാനും കഴിയില്ല. അവന് സമാധാനം കിട്ടില്ല. എന്റെ മകന് ജനിക്കാത്ത കുഞ്ഞ് അവനെ അച്ഛാന്ന് വിളിക്കാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കരുത്. ഇതിനെ ചിഞ്ചുമോളുടെ മുത്തശ്ശിയാ ഞാൻ. അല്ല, എന്റെ മുത്തശ്ശിയല്ല. എന്റെ അമ്മ തല്ലിയതല്ലേ, എനിക്കിഷ്ടല്ല. പോ. നിങ്ങളുടെ ദുഷ്ടതരത്തിന് ഈശ്വരൻ തരുന്ന സമ്മാനങ്ങളായി ഇതൊക്കെ. ഒരേ ഒരു മകന്റെ ഒരേ ഒരു കുഞ്ഞ് വെറുപ്പോടെ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ മുത്തശ്ശി അല്ല നിങ്ങളെന്ന്. എന്തിനാ നിങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നത്? പോയി ആത്മഹത്യ ചെയ്യും. ബാലാമണിയെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നാലേ നീ പറയുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ
ഈ വീട്ടിലുണ്ടാവും. എന്റെ സേതു, നീ ഇനി ആ പ്രതീക്ഷയും വെച്ച് നടക്കണ്ട. ബാലാമണി ഇനി ഒരിക്കലും വരില്ല. അമ്മയുടെ നാക്ക് വളച്ച് വേണ്ടാത്തൊന്നും പറയാതെ. അമ്മ പറഞ്ഞതാണോടാ ഇപ്പൊ കുറ്റം? നീ കാര്യം അറിയാതെ എടുത്ത് ചാടരുത് ചെയ്തു. വിമലേ, ബാലാമണിക്ക് എന്ത് പറ്റിയെന്ന് നീ തന്നെ അവനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ എങ്ങനെ ഇവന്റെ മുഖത്ത് നോക്കി അത് പറയും മനുഷ്യ? എന്താ കാര്യം? മോനെ, നീ വിഷമിക്കരുത്. ബാലാമണിയെ കൊന്നതായി ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടി. കൊന്നത് മറ്റാരുമല്ല, ദേവിക. അവളാ ആ പാതകം ചെയ്തത്. അതിന് സാക്ഷികളുമുണ്ട്. ബാലാമണിയെ കൊല്ലാൻ ദേവിക വാടക ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് നിന്റെ ഓഫീസിലെ ആ പ്യൂണിൽ നമ്മുടെ രാധാകൃഷ്ണൻ അവൻ നേരിട്ട് കേട്ടതാ. വണ്ടി നിർത്തോ. സാറേ, എന്നെ കൊല്ലരുത്. എന്റെ കുടുംബം അനാഥായി പോകാതുകൊണ്ടാ. കൊല്ലൂടാ. സേതുവിന് രണ്ടും കൽപ്പിച്ച. മര്യാദക്ക് എന്റെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞ നിന്റെ ജീവൻ ഞാൻ എടുക്കില്ല. ഞാൻ എന്ത് ചെയ്യണം സാർ? ഓണോ പറഞ്ഞ കൊന്ന് ഞാൻ കൊക്കയിലെറിയും. സാർ, കാര്യം എന്താന്ന് വെച്ചാ പറ സാർ. ഞാൻ സത്യമേ പറയൂ. ബാലാമണിയെ കൊല്ലുന്ന കാര്യം ദേവിക പറയുന്നത് നീ കേട്ടതാണോ? സാറേ, അത് അങ്ങനെ ചോദിച്ചാൽ ധൈര്യമായിട്ട് നീ ഉള്ളത് പറ. നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ സാറ്, നിങ്ങളൊക്കെ വലിയ ആളുകളാ. അവിടെ കേട്ടോ ഇവിടെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെന്ന് പറഞ്ഞ ഈ പാവത്തിനാകും തോറ്റം. ഒന്നാമത് ഇക്കാലത്ത് ഉള്ളതേ പറയാൻ പാടില്ല. ശരി, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. സത്യം പറയാം. ഉള്ളതാ സാറേ. ബാലാമണിയെ തട്ടിക്കളയാൻ ദേവികമാരുടെ ആർക്കോ ഫോണിലൂടെ നിർദ്ദേശം കൊടുക്കുന്നത് ഞാൻ എന്റെ ഈ 2 ചെവി കൊണ്ടും കേട്ടതാ. അടിച്ചു പൊളിക്കണം. എങ്ങനെ? ആ നശിച്ചവളെ, എന്താ നീ എന്റെ ബാലാമണി കൊന്നുവല്ലേടി? സത്യം പറയടി, നീ എന്റെ ബാലാമണി കൊന്നുവല്ലേടി? ഞാനൊന്നും ചെയ്തില്ല. എന്റെ ബാലാമണിയെ കൊന്നതുപോലെ നിന്നെ കൊല്ലുവടി. എന്തായി കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാണ് തല്ലുന്നത്? അത് പറ. അതേടി, എനിക്ക് ഭ്രാന്ത. കാരണക്കാരി നീയും. എന്റെ ജീവിതം നീ തകർത്തു. എന്റെ ചിഞ്ചുമോൾക്ക് അമ്മയില്ലാതാക്കി. മനുഷ്യ, വേണ്ടാതെന്ന് പറയരുത്. മിണ്ടരുത് നീ. ബാലാമണിയെ കൊല്ലാൻ നീ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതല്ല ഞാൻ അറിഞ്ഞടി. അയ്യോ, എവള് ദുഷ്ടയാ. എന്റെ ബാലാമണി എവള് കൊന്നു. അയ്യോ, ഇല്ല മനുഷ്യ, നിങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ ബാലാമണിയെ കൊന്നിട്ടില്ല. എനിക്ക് ബാലാമണിയെ കൊല്ലാനാവില്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ ബാലാമണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. രക്ഷിക്കാൻ പറയണോ? നീ ആ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന്റെ ദൃക്സാക്ഷിയായി രാധാകൃഷ്ണൻ. എന്താണോ കേൾക്കുന്നത്? താൻ എന്ത് നുണ എഴുന്നള്ളിച്ചത്? പറയൂ. മാഡം, ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. മാഡം ഫോണിലൂടെ ആരോടോ ബാലാമണിയെ തട്ടണമെന്ന് പറയുന്നത് കേട്ടു. സേതു സാർ എന്നെ കൊല്ലുമെന്നായപ്പോ പ്രാണഭയം കൊണ്ട് കേട്ടത് അതേപടി പറഞ്ഞു. അത്രേ ഉള്ളൂ. ചതി. ചെയ്തിട്ടില്ല.
വാതിൽ തുറക്ക്, തുറക്കാൻ. വാതിൽ തുറക്ക്. ശ്ശേ, വാതിൽ തുറക്കാൻ. തുറക്ക്. സർ, മുമ്പ് ഞാൻ ഒരു പരാതി വന്നിരുന്നു. എന്റെ ഭാര്യ ബാലാമണിയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കിട്ടി. ഭാര്യയെ കണ്ടെത്താനുള്ള അന്വേഷണം നിങ്ങളും ഞാൻ ഒരുപോലെ നടത്തുകയായിരുന്നു. അതിനിടയിൽ എന്റെ ഭാര്യയെ വാടക ഗുണ്ടകളെ കൊണ്ട് കൊല്ലിച്ചതായി എനിക്കൊരു വിവരം കിട്ടി. ഈ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ ദേവികയാണ് പ്രതി. വാടക ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് തെളിവ് സാക്ഷി ഈ നിൽക്കുന്ന രാധാകൃഷ്ണ ആണ് സർ. ദാ അവൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. അറസ്റ്റ് ചെയ്തോളൂ. തുറന്നു കൊടുക്ക. ഓടിങ്ങോട്ട്. ഇവൾ ആള് ചില്ലർക്കാരിയല്ല. എല്ലാ അടവും തന്ത്രങ്ങളും അറിയാന്നോളാ. ഏത് മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, സത്യാവസ്ഥ പുറം ലോകം അറിയണം. ഈ നീചയിന് വെളിച്ചം കാണരുത്. ഇങ്ങോട്ട് വരാൻ. ചതിയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. സർ, ഇത് ചതിയാണ് സർ. എന്നെ തകർക്കാൻ ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണമാണിത് സർ. ദയവേത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമാണ് സർ. നടക്ക ഇങ്ങോട്ട്. നിന്നെ കൊണ്ട് ഞങ്ങളെ സത്യം പറയിപ്പിക്കാൻ. സത്യമാണ്. ഇങ്ങോട്ട് നടക്കാൻ. നോക്കിക്കോ, നിങ്ങൾ ദുഃഖിക്കും. ഇതിന്റെ പേരിൽ ഓടിങ്ങോട്ട്. നിങ്ങൾ ഒരുപാട് ദുഃഖിക്കും. ഞാനാ പറയുന്നത്. നടക്കടി ഇങ്ങോട്ട്. പറഞ്ഞാ അനുസരിക്കില്ല. ഇങ്ങോട്ട് നടക്കടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിച്ചു വരും. ഓടിങ്ങോട്ട്. ഇങ്ങോട്ട് നടക്കടി. സർ, അവൾ എന്റെ മരുമകളാ. അവളെടുത്ത് കുറച്ച് സംസാരിക്കണം. പെട്ടെന്ന് വേണം. എന്റെ മരുമകളൊന്നും ഇങ്ങോട്ട് ഇറങ്ങ. സൗകര്യമില്ല എനിക്ക്. ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇറങ്ങടി. ശ്രീമംഗലത്ത് വിമലാമ്മ കളി 18 പഠിച്ചാണ് കളരിക്ക് പുറത്ത് അഭ്യാസം തുടങ്ങിയത്. ദേവിക എന്നൊരു പീറ പെണ്ണിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സൈസ് അല്ലടി ഞാൻ. ഇപ്പോഴെങ്ങനെയുണ്ടടി? അതാ വിമലാമ്മ. വിമലാമ്മ തോറ്റു തുന്നം പാടിയെന്ന് ശത്രുക്കള് കരുതി സന്തോഷിച്ചിരിക്കുമ്പോ സ്വന്തം ചാരത്തിന്ന് പറന്നു വരുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലൊരു വരവ്. അച്ചടക്കത്തിന്റെ ബാലപാഠം നിനക്ക് ജയിലിൽ പഠിപ്പിച്ചു തരും. 2 എല്ല് നിനക്ക് അധികമാ. അതവിടെ ചവിട്ടിപ്പറിച്ചെടുക്കാൻ ഞാൻ ദുട്ടുകൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. പോയി വാമോളെ. ഒരു കോഴി കൂവിയത് കൊണ്ടൊന്നും നേരം വെളുക്കില്ല. വീണയുടെ വിഷ്ണു ലോകമാണ് ദേവികയ്ക്ക്. 14 ദിവസമായി എനിക്ക് പുല്ല്. 15-ന് ഞാൻ വരും. പിറ്റേന്ന് നിങ്ങളുടെ 16 അടിയന്തരം ശ്രീമംഗലത്ത് ഞാൻ നടത്തും. നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഈ ദേവിക ആരാണെന്ന്. നിങ്ങൾക്കെന്നല്ല, ഒരാൾക്കും അറിയില്ല. ഉന്നാര മോന്റെ വധുവാകാൻ കോരിത്തെരിച്ച് വന്നതൊന്നുമല്ല ശ്രീമംഗലത്ത് ഈ ഞാൻ. വ്യക്തമായ ലക്ഷ്യത്തോടെ കാലളന്നു വെച്ച് ഒരടി പോലും പിഴയ്ക്കാതെയാ ഞാൻ കേറി വന്നത്. ഞാൻ തിരിച്ചു വരട്ടെ. പിന്നെ ശ്രീമംഗലത്ത് ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തും. അസൽ മാമാങ്കം. നിലപാട് തറയിൽ പറന്നു വീണ് നിങ്ങളുടെ തല ഞാൻ കൊയ്തെടുക്കും. നോക്കിക്കോ.